ഹായ് ഓൾ വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 2025 സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രിക്കല്, സിവില്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് ഇതുവരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ എല്ലാ കൊല്ലവും വിളിക്കുന്ന UPSCയുടെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ, അതേപോലെ RRB, JEE, ALP, അതേപോലെ ഗേറ്റ്, SSC, JEE അതൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, ഇൻക്ലൂഡ് ചെയ്തില്ല. എല്ലാ കൊല്ലം വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ബാക്കിയുള്ളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അതേപോലെ എക്സാം ഡേറ്റ് വന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ത് ചെയ്യുക, അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇതിൽ ഏറ്റവും അതുള്ള DFCCL, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 2025 റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഓൾറെഡി വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 642 വേക്കൻസി ആണുള്ളത്. ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എന്ത് ചെയ്യാം, അപ്ലൈ വേണ്ടി പറ്റും അല്ലെ. എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. 2025 ജനുവരി 18 തൊട്ട് എന്ത് ചെയ്യാം, 16 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റും. CBT 1ന്റെ ടെന്റേറ്റീവ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക CBT 1ന്റെ. സോറി, ഇതിൽ എന്തൊരു ചേഞ്ച് ഉണ്ട്, ഞാൻ ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓഗസ്റ്റിൽ CBT 2ഉം ഏപ്രിലാണെന്ന് തോന്നുന്നു. ഏപ്രിൽ CBT 1 എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അതിന് എഡിറ്റ് ചെയ്തതിൽ ഇതൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. എന്തൊക്കെ 18 തീയതി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, 16 തീയതി എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ പെറ്റില്ല, എക്സിക്യൂട്ടീവ് ഡേയ്സിൽ എന്താ പെറ്റില്ല, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഓക്കെ, ബാക്കി MTSന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എക്സാം ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു വേക്കൻസിയും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കലിൽ ടോട്ടൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് 64 വേക്കൻസിയാണ് ഇലക്ട്രിക്കലിന്റെ കേസിൽ വന്നിട്ടുള്ളത്. അതേപോലെ സിഗ്നൽസ് ടെലികമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എന്ത് അപ്ലൈ വേണ്ടി വരുന്നത്. ബാക്കി സിവിൽ ആണെങ്കിൽ 36 ആണുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ONGCയുടെ കേസിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 108 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 24 തീയതി വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, 24 ജനുവരി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. BTech അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വന്നുള്ളത്. ഏജ് ലിമിറ്റ് 26 വയസ്സാണ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ പേ സ്കെയിൽ പറഞ്ഞേക്കുന്നത് 12 lakh per annum CTC ആണ് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ONGC ഇന്ത്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്താ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മൾ RBI JEE, ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം വേക്കൻസി കുറവായിരുന്നു, സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. ലാസ്റ്റ് ഡേറ്റ് 20 തീയതിയാണ് വന്നിട്ടുള്ളത്. അതേപോലെ RBI അഡ്മിറ്റ് കാർഡ് 4th വീക്ക് ഓഫ് ജനുവരിയിൽ തന്നെ വരുന്നുണ്ടാവും. എക്സാം ഡേറ്റ് 8th ഫെബ്രുവരി 2025. പിന്നെ HPCLന്റെ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്കാണ് 234 വേക്കൻസിയാണ് ഉള്ളത്. 15 തീയതി തൊട്ട് ഇന്ത്യ 14 തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾ ഓവർ ഇന്ത്യയാണ് പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക. 30,000 തൊട്ട് 1,20,000 വരെയാണ് ഇന്ത്യ സാലറി വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞ എക്സാം ഡേറ്റ് അവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ. അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 7/1 തൊട്ട് നിങ്ങൾക്ക് 31/1/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡേറ്റ് ഓഫ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് 11 തീയതി ഫെബ്രുവരി 11 നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കറക്ഷൻസ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് പറഞ്ഞിട്ടില്ല, പക്ഷെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 26 എക്സാം ഡേറ്റ് ഉണ്ടാവുക. 26, 27, 28 കുറെ പോസ്റ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഇതിൽ വന്നേക്കുന്നത്. 26, 27, 28 ഏതൊക്കെ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതേപോലെ ഇലക്ട്രീഷ്യൻ, വയർമാൻ, 25 വേക്കൻസി, 19 വേക്കൻസി, 22 വേക്കൻസി എന്നുള്ള രീതിയിലാണ് ഉള്ളത്. പക്ഷെ ഇതിന്റെ ഫീ വന്നിട്ടുള്ളത് 3000 രൂപ മറ്റാണ് ഫീ വന്നിട്ടുള്ളത് കേട്ടോ. 3000 രൂപയായിട്ടാണ് ഇതിന്റെ ഒരു ഫീ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ എയിംസിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. അത് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്താ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്, ബെല്ലാണ്. 350 വേക്കൻസി ആണുള്ളത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇൻ E2 ഗ്രേഡ്. 10 തീയതി തൊട്ട് 31 തീയതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ ബെല്ല് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആണ് ഉള്ളത് കേട്ടോ, 200 150. പിന്നെ കോൾ ഇന്ത്യ മാനേജ്മെന്റ് ട്രെയിനിൽ മാനേജ്മെന്റ് ട്രെയിനിയുടെ റിക്രൂട്ട്മെന്റ് 2025 15-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ, 14-ാം തീയതി വരെ എന്ത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, കോൾ ഇന്ത്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. എക്സാം ഡേറ്റ് എന്താ അവരവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിലിപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരുന്ന ഒരു പോസ്റ്റിലേക്കായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ബിടെക് പ്ലസ് MBA വേണ്ടി വരും. അതായിരിക്കും ക്വാളിഫിക്കേഷൻ. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ പ്ലസ് MBA എന്നുള്ള ബിടെക് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ പ്ലസ് MBA എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടോട്ടൽ 43 വേക്കൻസിയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ബിടെക് കൂടാണ് നിങ്ങൾക്ക് അവിടെ MBA കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിടെക് ഇലക്ട്രിക്കലൂടാണ് MBA കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് അപ്ലൈ ആയിട്ട് പറ്റുന്നുണ്ടോ. പിന്നെ ബെല്ല് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിലെ എഞ്ചിനീയറിംഗ് ട്രെയിൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ട്രെയിനിങ് ഡിപ്ലോമ ബിടെക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 400 വേക്കൻസി ആണ് ഉള്ളത്. ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് 28-ാം തീയതി നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എഞ്ചിനീയർ ട്രെയിനിങ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ആണ്. സൂപ്പർവൈസർ ട്രെയിനിങ് എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടണി. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നോട്ടിഫിക്കേഷൻ 23 ഫെബ്രുവരി ആണ്. 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. 28 ഫെബ്രുവരി നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ് വന്നുള്ളത് 11, 12, 13 എന്നുള്ള രീതിയിലാണ് ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വേക്കൻസീസ് മെക്കാനിക്കൽ ടോട്ടൽ 70 വേക്കൻസിയാണ്. എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇലക്ട്രിക്കൽ 25, സിവിൽ 25, ഇലക്ട്രോണിക്സ് 20, കെമിക്കൽ 5, മെറ്റലർജി 5, ടോട്ടൽ 150 വേക്കൻസിയാണ് എഞ്ചിനീയർ ട്രെയിനി ഉള്ളത്. സൂപ്പർവൈസർ ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ 140 മെക്കാനിക്കൽ, 55 ഇലക്ട്രിക്കൽ, 35 സിവില്, 20 ഇലക്ട്രോണിക്സ്, ടോട്ടൽ 250 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു കാലയളവിൽ തന്നെ വന്നിട്ടുള്ളത്. അതായത് ജനുവരിയിലായിട്ടുള്ളൂ. അപ്പൊ ഇനിയും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറക്കാനുണ്ടാവും. അപ്പോ ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ പലതിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പലരിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ടാവും. അപ്പൊ ഇത് കൂടാണ്ട് ഇനിയും വരുന്ന മാസങ്ങളിൽ എന്താ കുറച്ചധികം സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും എന്തായാലും. അതുകൂടാണ്ട് കേരള പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്നാല് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.